നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വാവ് 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 മെസ്സി മാജിക് വീണ്ടും. ഇതിങ്ങനെ മെസ്സി കളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ പറയേണ്ട ഒരവസ്ഥയാണിപ്പോൾ. അത് തന്നെയാണ് അദ്ദേഹം എല്ലാ കളിയിലും ആവർത്തിക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം മെസ്സി മയാമിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ കളിയാണ്. ഇരട്ട ഗോളും ഒരു അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ 4 കളികളിലും മയാമിക്കായിട്ട് 7 ഗോൾ അടിച്ച ലൂയിസ് സുവാരസ് ഈ ലീഗ്സ് കപ്പിന് 6 കളികൾക്ക് സസ്പെൻഡഡ് ആണ്. അപ്പോൾ 6 ഗോൾ അടിക്കും. പിന്നെ ബെർത്രൂമിന് പരിക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെസ്സി സ്വയം അങ്ങ് സ്റ്റെപ്പിൻ ചെയ്തു. ഗോൾ അടിക്കണം, ഞാൻ അടിക്കാന്നേ, അസിസ്റ്റോ ഞാൻ തരാം എന്ന രൂപത്തിലാണ്. ഇരട്ട ഗോളുകളും അസിസ്റ്റുമായിട്ട് മെസ്സി മിന്നിക്കത്തിയപ്പോൾ ലീഗ്സ് കപ്പിൽ മയാമിക്ക് വിജയത്തുടക്കം. ലീഗ്സ് കപ്പിൻ്റെ ഗ്രൂപ്പ് എയിലെ അവരുടെ ആദ്യ മത്സരത്തിൽ 4-2 സാൻ ലൂയിസിനെ പരാജയപ്പെടുത്തുമ്പോൾ മെസ്സിയുടെ വക ഇരട്ട ഗോളുകൾ, പിന്നെ ഒരു അസിസ്റ്റ്, കൂടാതെ സെഗോവിയ ഗോൾ അടിച്ചു, മിക്കൈൽ ഗോൾ അടിച്ചു. അങ്ങനെയാണ് മയാമി 4 ഗോളുകൾ നേടുന്നത്. മറുഭാഗത്ത് റോഡ്രിഗസും ലൊറൻറ്റയുമാണ് സാൻ ലൂയിസിൻ്റെ ഗോളുകൾ കണ്ടെത്തിയിരുന്നത്. അപ്പം സുവാരസ് ഇല്ലാതെ മുന്നേറ്റത്തിൽ മെസ്സിക്കൊപ്പം പിൻഡറും സെഗോവിയയുമാണ് ഇറങ്ങിയത്. മധ്യനിരയിൽ റോദ്രിഗോ ഡിബോളും കാസമിറോയും ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇന്റർ മയാമിയെ ഞെട്ടിക്കുന്ന സാൻ ലൂയിസിനെയാണ് നമ്മൾ കണ്ടത്. റോഡ്രിഗസിലൂടെ അവർ ലീഡെടുക്കുന്നു. എന്നാൽ ഗോൾ മടക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഇന്റർ മയാമിക്ക്. ലിയോ മെസ്സിയുടെ ഗോൾ 11-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ കിടിലൻ ഗോളിലൂടെ 1-1 സമനില പിടിച്ചു. പിന്നാലെ 26-ാമത്തെ മിനിറ്റിൽ സെഗോവിയുടെ ഗോൾ കൂടി വന്നപ്പോൾ 2-1 ഇന്റർ മയാമി ലീഡായി. 44-ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ അടുത്ത ഗോൾ പിറക്കുന്നു. 3-1 എന്ന രൂപത്തിലേക്ക് കളി മാറി. എന്നാൽ കഴിഞ്ഞില്ല. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ കോർണറിൽ നിന്ന് മിക്കൈൽ ഗോൾ അടിച്ചതോടുകൂടി 4-1 ലീഡായി. രണ്ടാം പകുതിയിൽ പിന്നെ ലൊറൻറ്റയിലൂടെ 51-ാമത്തെ മിനിറ്റിൽ സാൻ ലൂയിസ് ഒരു ഗോൾ മടക്കിയെങ്കിലും മയാമിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ കളി തിരികെ പിടിക്കാൻ അതുകൊണ്ടൊന്നും ആകുമായിരുന്നില്ല. ഇനിയിപ്പോൾ ലീഗ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ 2ാമത്തെ മത്സരം ഓഗസ്റ്റ് 9, അതായത് ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഇന്റർ മയാമി മോൺട്രിയുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഏതായാലും മെസ്സിയുടെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്കുള്ള മടങ്ങി വരവ്, അത് ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം പൊളിച്ചടുക്കിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.